ഡോക്ടർ മോഹൻപിള്ള, ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്താണ് എന്നത് പരിശോധിച്ചാൽ അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നടത്തുന്ന ഈ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘനം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ ഞങ്ങളെ ഇതാ ആക്രമിക്കാൻ വരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ് കരയുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും അവിടെ സ്ഥിരമായി നമ്മൾ ഈ കശ്മീർ എന്നത് എപ്പോഴും പാകിസ്ഥാൻ ഏത് തരത്തിലാണ് അവർ പിടിവള്ളിയാക്കി മാറ്റിയിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. പല ഘട്ടങ്ങളിലും അവിടെ ഒരു അനിശ്ചിതാവസ്ഥ വരുന്ന സമയത്ത് അവർ കശ്മീരിൽ കയറി പിടികൂടുക എന്നുള്ളത് ഇപ്പോൾ അത് ഏറ്റവും അനിവാര്യമായ, വേണമെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പടിഞ്ഞാറ് ബലൂചിസ്ഥാൻ, അത് ബലൂച്ച് ലിബറേഷൻ ആർമി, അതുപോലെ തന്നെ തെഹ്രീക്ക താലിബാൻ, ഇതിനോടൊക്കെ പടവെട്ടി ക്ഷീണിച്ചു നിൽക്കുന്ന ഒരു പാകിസ്ഥാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഈ സൈനിക മേധാവി എടുക്കുന്ന ചില നിലപാടുകൾ, ഇത് ജൂഗുലാർ വെയിൻ ആണ് എന്ന് പറയുകയാണ്. കശ്മീർ സ്വത്വത്തെക്കുറിച്ച് പറയുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഡിഫറൻ്റ് ആണ്, അപ്പോൾ എങ്ങനെയാണ് കശ്മീരിനെ മറ്റൊരാൾക്കും സ്വന്തമാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ കണ്ടത് എന്നും നമുക്കറിയാം. ഈ അസീം മുനീർ എവിടെ എന്നുള്ള ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്നു. കുടുംബസമേതം നാട് വിട്ടോ എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണോ, റാവൽപിണ്ടിയിലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം എന്നുള്ളതും നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലേക്കല്ലേ. അവിടുത്തെ സൈനിക മേധാവിയുടെ കാര്യത്തിൽ പോലും ഇതൊക്കെയാണ്. വളരെ തമാശയാണ് ആലോചിച്ച് നോക്കുമ്പോൾ. കേൾക്കുന്ന ഓരോ വാർത്തയും ഇത്തരത്തിലേക്കുള്ളതാണ് എന്നതാണ്. മിസ്സിംഗ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൂടാതെ ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെടുകയാണ് സമൂഹ മാധ്യമത്തിലൊക്കെ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതും, ഇത്രയധികം പരിതാപകരമായൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്നത്, എന്താണ് അവിടുത്തെ സാമ്പത്തിക അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ സൈന്യം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് ഇത്രയും നിരപരാധികളുടെ ജീവൻ എടുത്ത് പോയിട്ട് അവിടെ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. അത് തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റിൽ ആകുമ്പോൾ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ അതിനെ കാണുന്ന ഒരു പ്രൊപഗണ്ട എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു കൺട്രിയുടെ ചീഫ് വിദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി അല്ല ആ ആൾ തന്നെ എപ്പോഴും അപ്പിയർ ചെയ്യണമെന്നുള്ളത്. അയാൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അത് AI ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷെ അങ്ങനെ പോലും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേൾക്കാത്തതാണ്. ഇത് എന്തുകൊണ്ട് ഇക്കുറി കേൾക്കുന്നു എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ മോഹനൻ പിള്ള. അല്ല, ഇത് ഒരു ചീഫ് നേരെ വന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതില്ല. അദ്ദേഹം വന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ ആസിഫ് ടെററിസ്റ്റ് ആൻഡ് ജനറൽ എന്ന് പറയുന്നതാണ് ഒരു കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഹീ ഈസ് ദ വൺ ഹൂ ഇനിഷ്യേറ്റഡ് ഒരു ഇഗ്നൈറ്റ്സ്, അതായത് അത് തുടങ്ങി വെച്ചു ആളാണത്. എല്ലാവർക്കും വേണ്ട രീതിയിൽ ജിഹാദ് കുത്തിവെച്ച് ഇൻഡോക്ട്രിനേഷൻ നല്ല രീതിയിൽ നടത്തി, അതായത് ഈ എന്താ പറയണേ, ഇഞ്ചി തിന്ന കുരങ്ങൻ്റെ മാതിരി എല്ലാവരും കുരങ്ങന്മാരുടെ മാതിരി എല്ലാം ആക്രോശിച്ച് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ പാക് റേഞ്ചേഴ്സിനെ പുറകോട്ട് വലിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് എ സർപ്രൈസ് തരാനായിട്ട്. ഓക്കെ, ചീഫ് അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട്, ഹി വിൽ ബി ദെയർ, ഹി ഈസ് ദെയർ, വി ഹാവ് ടു പെർസ്യൂം ലൈക്ക് ദാറ്റ്. അത് അങ്ങനെ പറ്റൂ. ഒരു കാരണവശാൽ അത് പ്രൊപഗണ്ട വാർഫെയർ ആണ്. അതായത് മൊറാൽ ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ ചീഫ് എവിടെ, അല്ലെ ഞങ്ങളുടെ ചീഫ് ഇവിടെ ഉണ്ട്, ഇത് മൊറാൽ ഡൗൺ ചെയ്യാനായിട്ടുള്ള പ്രൊപഗണ്ടയാണത്. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുന്നു. ബിക്കോസ് ഡോക്ടർ വിൻസെൻ്റ് ഹി ഓൾറെഡി എക്സ്പ്ലെയിൻ ദാറ്റ് മീൻസ് ദ കാർഗിൽ വാസ് എ കൈൻഡ് ഓഫ് നമ്മളൊന്നും അതുകൊണ്ട് നേടിയില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ, വിച്ച് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി ഫെയർ ആസ് സച്ച്. ഐ തോട്ട് കേണൽ ഡിന്നി വിൽ സേ ആൻസർ ടു ദാറ്റ്, വെയർ ഹി ആസ് ഓൾസോ എഗ്രീയിങ് ടു ദാറ്റ്. അതായത് കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞത്, ഓഫ് കോഴ്സ് ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. അവർ നമ്മുടെ ബങ്കറിൽ വന്നിരുന്നു, നാം ക്യാപ്ചർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബാറ്റിൽ ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈറ്റ് ഒക്കുപ്പൈ ചെയ്യുന്ന ആരാണോ അവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതും. അപ്പോൾ അവരത് ഒക്കുപ്പൈ ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ ത്രെട്ടൺ ചെയ്തു. there comes a civilized war, ബിക്കോസ് അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഡോക്ടർ വിൻസെന്റ്, വി നെവർ ക്രോസ്ഡ് LOC, ഒരു ഇഞ്ച് പോലും LOC ക്രോസ് ചെയ്യാതെ നമ്മുടെ മുന്നിലുള്ള ടാർഗറ്റിനെ, സിവിലൈസ്ഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മണിക്കൂർ വേണ്ട കാർഗിൽ എതിർക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ആർ ഓൾവേസ്, ദ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ആർ ഓൾവേസ് അണ്ടർ ദ ഗവൺമെന്റ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് മാതൃ രാജ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഡിഫൻസ് ഫോഴ്സ് ആണത്. നമ്മൾ ഒരിക്കലും ഇപ്പം വെസ്റ്റ് പോയിന്റ് ആണ് അമേരിക്കൻ ആംഡ് ഫോഴ്സസിന്റെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്നത്. വെസ്റ്റ് പോയിന്റിലെ സിലബസിൽ ഒരു സിലബസ് ഓഫീസേഴ്സിനെ പഠിപ്പിക്കുന്നത് കാർഗിലാണ്. ഹൗ ഇന്ത്യ അച്ചീവ്ഡ് എന്നുള്ള ടോപ്പിക്ക്. ആ കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ആ ഒരു പോളിസി ഫോളോ ചെയ്തു.
ആ പോളിസി ഫോളോ ചെയ്തത് കൊണ്ടാണ് നമ്മളത് വിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഒക്കുപ്പൈ ചെയ്ത് വീണ്ടും ഇത് ചെയ്യുന്നത്. നമ്മൾ അവിടെയും നമ്മൾ സംയമനം പാലിച്ചത്. ആ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്ന ശബ്ദം അതാണ്, മോഡൽ അതാണ്. കാര്യം നമ്മൾ ടെററിസ്ഥാന്റെ സ്ഥലം ഒന്നും ക്യാപ്ചർ ചെയ്യാതെ നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ സ്ഥലം കിട്ടുക. ഡിവിഷൻ പാർട്ടീഷൻ നടന്ന സമയത്ത് റാഡ്ക്ലിഫ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, ആ ലൈൻ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇന്ത്യ ആൻഡ് ടെററിസ്ഥാൻ ഇത് രണ്ടും കൂടിയുള്ളത്, അത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതുപോലും കിട്ടുന്നില്ല. അതൊക്കെ ഓരോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഓർ ഡിസഡ്വാൻറ്റേജ് കൊണ്ട് പോയതാണ് കയ്യിൽ നിന്ന്. പക്ഷേ ആ ഒരു പോയിന്റിൽ മാത്രം ഐ വിൽ ഡിസഗ്രി ബിക്കോസ് ഓഫ് ദി കാർഗിൽ അങ്ങനെ വന്നതുകൊണ്ട്. എന്നിട്ടും ഒരു ലോകരാഷ്ട്രത്തിനും ഒരു ഡിഫൻസ് ഫോഴ്സസിനും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വി വോൺ അൾട്ടിമേറ്റ്ലി. ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഹൈറ്റ്സ് എല്ലാം റീക്യാപ്ചർ ചെയ്തു, അവരെ അവിടെ നിന്ന് തുരത്തി. ടെററിസ്ഥാൻ ഡിഫൻസ് ആർമി ചീഫിന്റെ സ്വപ്ന പദ്ധതികളെല്ലാം പാടെ തകർത്തു. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും. പക്ഷേ അപ്പോഴും നമ്മൾ സംയമനമാണ്. ഇഫ് യു ജസ്റ്റ് റിമെമ്പർ, കാർഗിലിൽ നമ്മൾ ഫോർട്ട് ചെയ്ത ഒരു 10% ഓഫ് ദി ഡിഫൻസ് ഫോഴ്സസ് വെർ ഓൺലി എൻഗേജ്ഡ് ദേർ. റെസ്റ്റ് ഓഫ് ദി ഡിഫൻസ് ഫോഴ്സസ് വെർ നോട്ട് ദേർ. വി വെർ ആക്റ്റീവ്, ഓഫ് കോഴ്സ്, നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ലോകത്തിന് മാതൃകയായിട്ടുള്ള രീതിയിൽ മാത്രമേ ഡിഫൻസിന്റെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളൂ. ആ ഇടപെടലുകൾ എല്ലായ്പ്പോഴും ശ്ലാഘനീയമാണ്. ഇന്നു വരെ ഒരു ലോകരാജ്യം പോലും ഇന്ത്യൻ ആർമിയെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇൻഹ്യൂമൻ വേയിൽ എന്തെങ്കിലും ചെയ്തു ഒരു ഘട്ടത്തിലും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്.